കൊല്ലത്ത് അരമണിക്കൂറിനിടെ നടന്നത് അക്രമ പരമ്പര. കരുനാഗപ്പള്ളി സ്വദേശി സന്തോഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് 4 അംഗ സംഘമെന്ന് പോലീസ്. പ്രതികളിൽ ഒരാൾ കസ്റ്റഡിയിൽ. ഓച്ചിറ സ്വദേശി അനീറിനെ വെട്ടിയത് സന്തോഷിനെ കൊന്ന സംഘമെന്ന് സംശയം. സന്തോഷിനെ മുഖംമൂടി ധരിച്ച അക്രമി സംഘം വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞുവെന്ന് സന്തോഷിന്റെ അമ്മ പറഞ്ഞു. വെളിയിൽ നിന്നോട്ട് ഇങ്ങനെ എറിഞ്ഞപ്പോൾ ടപ്പോന്ന് പൊട്ടി. അങ്ങനെ അയലുകാരൊക്കെ പോണെന്ന് ആരും വന്നതൊന്നുമില്ല. വന്നിട്ട് വെപ്രാളത്തിന് എൻ്റെ സാറന്മാരെ ഞാൻ അവിടെ കിടന്നങ്ങ് കരഞ്ഞത്. എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞു. പണ്ട് വന്ന് ഇതുപോലെ ചെയ്തേച്ച് പോയതല്ലയോ. കാണാൻ കിട്ടണമെന്നുള്ള ഒരു വിചാരമില്ലേ ഭഗവാനെ. 2 പ്രാവശ്യം ഇതേപോലെ വന്ന് കൊന്നേച്ച് പോയതാണ്. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, അക്ഷരാർത്ഥത്തിൽ ഗുണ്ടാ വിളയാട്ടമാണ് കൊല്ലത്ത് നടന്നത്. ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ, ഈ അക്രമി സംഘത്തെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ഊർജിതമായി നടക്കുന്നുണ്ട് അവിടെ? ലക്ഷ്മി പത്മ, അക്രമികൾക്ക് അടുത്തേക്ക് അന്വേഷണം എത്തി എന്നാണ് പ്രാഥമികമായി നമുക്ക് പോലീസ് നൽകുന്ന വിവരം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അങ്ങനെയാണ്. അതായത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം, അതായത് പുലർച്ചെ 2:30-നാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ ഗുണ്ടാസംഘം ഈ കാറിൽ വരുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് കടന്നു വരികയും ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ഭീകരാന്തരീക്ഷം ആ വീട്ടിൽ സൃഷ്ടിക്കുകയും ഇതിനുശേഷം അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്ത സംഘം മറ്റൊരാളെ, ഓച്ചിറ സ്വദേശിയായ മറ്റൊരാളെ ആക്രമിക്കുകയും ചെയ്തു. അനീർ എന്ന യുവാവിനെ ആക്രമിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ ഈ വാഹനം ഓച്ചിറയ്ക്ക് സമീപം ഉപേക്ഷിച്ചു. ഈ വാഹനം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. വാഹനത്തിന്റെ ഉടമയെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പോൾ വാഹനം വാടകയ്ക്ക് നൽകുന്നയാളാണ് ഈ ഉടമ. കന്യാകുമാരിയിലേക്ക് ടൂർ പോകാനായിട്ടാണ് ഇത്തരത്തിൽ ഈ വാഹനം കൊണ്ടുപോയത്. അത് മേമന സ്വദേശിയാണ് ഈ വാഹനം വാടകയ്ക്കെടുത്തത്. അയാളാണ് പ്രതികളിൽ ഒരാളെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും സംഭവ സമയം ആ വീടിന് സമീപത്തുണ്ടായിരുന്ന ആക്റ്റീവായ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും മറ്റുമാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും പ്രതികളിലേക്ക് അന്വേഷണം എത്തി എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. എന്തായാലും അത്യധികം ദാരുണമായ സംഭവം. ഒരു വീട്ടിൽ ബോംബെറിയുക, ആദ്യം മൺവെട്ടി ഉപയോഗിച്ച് അതിന്റെ വാതിലുകൾ തകർക്കാൻ ശ്രമിക്കുക, പിന്നീട് തുറക്കാതെ വന്നപ്പോൾ ആ വീടിന് ശേഷം ആ വീടിന് മുമ്പിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് വാതിൽ തുറന്ന ശേഷം ഒരാളെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുക, പിന്നീട് വലിയ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാലടിച്ച് തകർക്കുക. ഇദ്ദേഹത്തിന്റെ നിലവിളി ജിം സന്തോഷ് എന്നാണ് കൊല്ലപ്പെട്ട സന്തോഷിനെ അറിയപ്പെടുന്നത്. ഇതിനു മുമ്പ് 2024 നവംബർ മാസത്തിൽ ഒരു വധശ്രമ കേസിലെ പ്രതിയാണ് ഇയാൾ. റിമാൻഡ് കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തെ ഈ കുടിപ്പക, ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയുടെ പേരിൽ ഇപ്പോൾ ഈ കൊലപാതകം അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും ഈ മുമ്പ് നടന്ന 2024 നടന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇതിനു മുന്നേ 2022 സമാനമായി ഇയാളെ കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസും കരുനാഗപ്പള്ളി പോലീസിന്റെ പക്കലുണ്ട് എന്നാണ് ഇവരുടെ അമ്മ, ഓമന അമ്മ, അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും ഈ വീട്ടിന് മുന്നിൽ CCTV ഉൾപ്പെടെ സ്ഥാപിച്ച് ഏറ്റവും ശക്തമായ കതക് ഉൾപ്പെടെ സ്ഥാപിച്ചാണ് അമ്മ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇവർ ഈ തോട്ട ഉപയോഗിച്ച് ഉഗ്ര സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ ശേഷമാണ് ഈ കതക് തകർത്ത് അകത്തേക്ക് കടന്ന് ഇത്രയധികം ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ ശേഷം ഈ വീട്ടിൽ നിന്നും കടന്നു കളഞ്ഞത്. ലക്ഷ്മി പത്മ. ഷമീർ അബ്ദുൾ, കൊല്ലത്ത് നിന്ന്.